തൃശ്ശൂരിൽ മാർച്ച് തുടരുമ്പോൾ BJP പ്രവർത്തകർ നടത്തിയ മാർച്ചിന് നേരെയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് BJP നടത്തിയ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. തിരുവനന്തപുരത്താണ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശ്ശൂരും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിഷേധമുണ്ടായി. യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് തൃശ്ശൂരിൽ പ്രതിഷേധം നടന്നത്. സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ നേതൃത്വത്തിലും പ്രതിഷേധം നടക്കുകയാണ്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിപക്ഷം ഇത്തരത്തിൽ പ്രതിഷേധം നടത്തുന്നത്. തിരുവനന്തപുരത്ത് ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് BJP പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. തിരുവനന്തപുരത്തെ മന്ത്രിയുടെ വസതിയിലേക്കാണ് BJP പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഷിജോ കുര്യനുണ്ട് വിവരങ്ങൾ നൽകാനായി. ഷിജോ, 2 തവണയാണ് പ്രവർത്തകർക്ക് നേരെ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ BJPയുടെ മാർച്ചാണ് അവിടെ നടക്കുന്നത്. BJPയുടെ മാർച്ചിന് പുറമെ മറ്റേതെങ്കിലും പ്രതിപക്ഷ സംഘടനകൾ ഈ മാർച്ചുമായി വരുമെന്നുള്ള തരത്തിലുള്ള അറിയിപ്പുകൾ ലഭിച്ചിട്ടുണ്ടോ? എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? അജി, കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടമിടിഞ്ഞ് വീണ സ്ത്രീ മരിക്കാനിടയ സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഇന്നിപ്പോൾ BJPയുടെ നേതൃത്വത്തിലും ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഔദ്യോഗിക വസതിയായ തൈക്കാട് ഹൗസിലേക്ക് BJP പ്രവർത്തകരുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. 3 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ വലിയ പ്രതിഷേധത്തിലങ്ങനെ പോവുകയാണ്. നൂറുകണക്കിന് BJP പ്രവർത്തകർ ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിക്ക് സമീപത്തേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ പോലീസ് ഈ പ്രവർത്തകരെ തടയാൻ കിട്ടിയ ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമമാണ് BJP പ്രവർത്തകർ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. BJP പ്രവർത്തകർ മാത്രമല്ല, മഹിളാ കോൺഗ്രസിന്റെയും RYF-ന്റെയും യൂത്ത് ലീഗിന്റെയും എല്ലാം നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇന്നിപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കും അതുപോലെ തന്നെ ഔദ്യോഗിക വസതിയിലേക്കും പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആദ്യത്തെ പ്രതിഷേധമാണ് BJPയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള BJP പ്രവർത്തകർക്ക് ഔദ്യോഗിക വസതിയിലേക്ക് നടത്തിയ മാർച്ച് നേരിയ സംഘർഷത്തിലേക്ക് ഇപ്പോൾ കലാശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് 4ാം തവണ BJP പോലീസ് 4 തവണയാണ് BJP പ്രവർത്തകർക്ക് നേരെ പ്രതിഷേധത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കാതെ ഷിജു തുടരാം. ഈ 4ാം തവണയാണ് BJP പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. സ്ത്രീകൾക്കുമുള്ള വനിതാ പ്രവർത്തകർ ബാരിക്കേഡിന് താഴെ നിന്ന് പ്രതിഷേധം തീർക്കുകയാണ്. ഇവർ മടങ്ങിപ്പോകാൻ ഒരു നേരത്തെ പറഞ്ഞിരുന്നു. പ്രതിഷേധം അവസാനിപ്പിച്ച് മടങ്ങിപ്പോകണമെന്ന് പറഞ്ഞെങ്കിലും പ്രവർത്തകർ അതിനെ കൂട്ടിക്കിട്ടില്ല. വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ ബാരിക്കേഡ് മറിച്ചിട്ട് മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അതിക്രമിച്ച് കയറാനുമുള്ള ശ്രമം നടത്തുന്നുണ്ട്. മന്ത്രിക്കെതിരെ, വീണ ജോർജിനെതിരെ സംസ്ഥാന വ്യാപകമായിട്ട് അനവധി പ്രതിഷേധങ്ങളാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ ഒരു സ്ത്രീ മരിക്കാനിടയായ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നാലെ അരങ്ങേറുന്നത്. ഇന്നലെ തന്നെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ അടക്കമുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. മന്ത്രിയുടെ ഓഫീസിലേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടി, യുവജന സംഘടനകളടക്കമുള്ള പാർട്ടി പ്രവർത്തകർ മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. ആരോഗ്യമന്ത്രി രാജിവെക്കണം, ആരോഗ്യ മേഖലയെ അനാരോഗ്യ മേഖലയാക്കി മാറ്റിയത് മന്ത്രി വീണ ജോർജ് ആണ് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് തൈക്കാടുള്ള മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് ാണ്. പ്രവർത്തകർ ഇപ്പോഴും മുദ്രാവാക്യം വിളിക്കുകയും ബാരിക്കേഡ് മറിച്ചിടാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയും ചെയ്യുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെയുള്ളത്. കോട്ടയത്തെ
മെഡിക്കൽ കോളേജിലുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് എതിരെയാണ് സംസ്ഥാന വ്യാപകമായി പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടക്കുന്നത്. അതിൽ തിരുവനന്തപുരത്ത് ജലപീരങ്കി പ്രയോഗിച്ചു. മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തിയ BJP പ്രവർത്തകർക്ക് നേരെയാണ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചത്. തൃശ്ശൂരിൽ യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തുന്നത്. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും വിവിധ പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലും വലിയ രീതിയിലുള്ള മാർച്ചാണ് സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിക്കെതിരെ നടത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം ആവശ്യപ്പെട്ടിരുന്നു. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA അടക്കം ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇതാ തിരുവനന്തപുരത്ത് വീണ്ടും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിൽ തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ സങ്കീർണമായ അവസ്ഥ. അവിടെ മാർച്ച് നടത്തിയ പ്രവർത്തകർക്ക് നേരെ, പ്രതിപക്ഷ സംഘടനകളുടെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിരിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ ശവമഞ്ചം ഏന്തിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ തന്നെയും സംസ്ഥാന വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്നും റിപ്പോർട്ടർമാർ പങ്കുവയ്ക്കുന്നത്. പ്രതിഷേധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തുന്ന പ്രവർത്തകരാണ് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ ചാടിക്കടക്കാൻ ശ്രമിക്കുന്നത്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നടക്കുന്നത്. പോലീസ് വിവിധ സ്ഥലങ്ങളിൽ ജലപീരങ്കി പ്രയോഗിച്ചു എന്നുള്ള റിപ്പോർട്ടുകൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. തിരുവനന്തപുരത്ത് മന്ത്രിയുടെ വസതിയിലേക്കാണ് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. അതേസമയം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മണ്ഡല തലങ്ങളിൽ 140 മണ്ഡല തലങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട്. യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ മാർച്ച് നടത്തിയിരുന്നു. തിരുവനന്തപുരത്താണ് മാർച്ച് ഏറ്റവും കൂടുതൽ സംഘർഷഭരിതമായി നിൽക്കുന്ന സാഹചര്യമുള്ളത്. പോലീസ് 5 തവണയാണ് തിരുവനന്തപുരത്തെ മാർച്ചിന് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. 5 തവണ തിരുവനന്തപുരത്ത് മാർച്ചിന് നേരെ മന്ത്രിയുടെ വീട്ടിലേക്കുള്ള വസതിയിലേക്കുള്ള മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. അവിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ തൃശ്ശൂരും ഒപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ മണ്ഡലതലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മാർച്ചും നടക്കുന്നുണ്ട്. ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പല സ്ഥലത്തും നടക്കുന്നത്. പല സ്ഥലത്തും പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യം, ബാരിക്കേഡുകൾ മറിച്ചിടാൻ ശ്രമിക്കുന്ന പ്രവർത്തകർ, അങ്ങനെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.